കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഫെലോഷിപ്പ് അവാർഡ് ബഷീറിന് ലഭിച്ച വർഷം 1970. 1993 വള്ളത്തോൾ അവാർഡ് ബഷീറുമായി പങ്കിട്ടെടുത്ത സാഹിത്യകാരി ആരാണ്? ബാലാമണിയമ്മ. ഒന്നും ഒന്നും എമ്മിനി ബല്യ ഒന്ന് എന്ന പ്രയോഗം ഏത് പുസ്തകത്തിലാണ് ഉള്ളത്? ബാല്യകാല സഖി. മൂക്ക് കേന്ദ്ര കഥാപാത്രമായ ബഷീർ കൃതി ഏതാണ്? വിശ്വവിഖ്യാതമായ മൂക്ക്. ബഷീറിന് ആദ്യമായി ജയിൽവാസം ലഭിച്ച സ്വാതന്ത്ര്യ സമരം ഏതാണ്? കോഴിക്കോട് ജില്ലയിൽ നടന്ന ഉപ്പ് സത്യാഗ്രഹം. 1930 ആയിരുന്നു ഇത് നടന്നത്. സകല ജീവികൾക്കും ഭൂമിയിൽ ഒരേ അവകാശമാണുള്ളത് എന്ന ആശയം ഉയർത്തിപ്പിടിക്കുന്ന ബഷീർ കൃതി ഏതാണ്? ഭൂമിയുടെ അവകാശികൾ. മരിക്കുന്നതിനു മുൻപ് മാവിന് വെള്ളമൊഴിച്ച മനുഷ്യന്റെ കഥ പറയുന്ന ബഷീർ കഥ ഏതാണ്? തേന്മാവ്. തന്റെ കുടുംബ വീട്ടിൽ കഴിയവേ ബഷീർ എഴുതിയ കുടുംബകഥ ഏതാണ്? പാത്തുമ്മയുടെ ആട്. ചങ്ങമ്പുഴയെ ചിത്രകാരനായി സങ്കല്പിച്ച് ബഷീർ എഴുതിയ കഥ ഏതാണ്? ഒഴിഞ്ഞ വീട്. ഈ പുസ്തകം തിന്നാൻ ഇയാൾ ധൈര്യപ്പെടുമോ? ബഷീർ പാത്തുമ്മയുടെ ആടിൽ പറയുന്ന ഈ പുസ്തകം ഏതാണ്? ശബ്ദങ്ങൾ. അങ്ങനെ അപാരത തൻ തീരത്തിരുന്നാത്മ നൊമ്പരങ്ങളോടൊന്ന് കുശലം പറഞ്ഞൊരാൾ. എന്റെ ബഷീർ എന്ന കവിതയിൽ മലയാളത്തിലെ പ്രശസ്തനായ ഒരു കവി എഴുതിയ വരികളാണ് ഇത്. ആരാണ് ആ കവി? ONV കുറുപ്പ്. എട്ടുകാലി മമ്മൂഞ്ഞ് എന്ന കഥാപാത്രം ബഷീറിന്റെ ഏത് കൃതിയിൽ ഉള്ളതാണ്? ആനവാരിയും പൊൻകുരിശും. ആനവാൽ കിട്ടാൻ വേണ്ടി ബഷീർ നടത്തിയ ഗംഭീര പ്രയത്നത്തിന്റെ കഥ ഏതാണ്? ആനപ്പൂട. ബഷീറിന് ലളിതാംബിക അന്തർജനം അവാർഡ് ലഭിച്ച വർഷം 1992. നാരായണി എന്ന കഥാപാത്രം ഉള്ളത് ബഷീറിന്റെ ഏത് കൃതിയിലാണ്? മതിലുകൾ. പാത്തുമ്മയുടെ ആടിലെ നായികയായ ബഷീറിന്റെ സഹോദരി ആരാണ്? ഫാത്തിമ. ആ പൂവ് നീ എന്ത് ചെയ്തു? ഏത് പൂവ്? രക്തനക്ഷത്രം പോലെ. ഈ വരികൾ ഏത് പുസ്തകത്തിൽ ഉള്ളതാണ്? പ്രേമലേഖനം. അനുഗ്രഹീതനായ ബഷീർ ആരുടെ രചനയാണ്? തരകൻ KM. ആധുനിക മലയാള സാഹിത്യത്തിൽ ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ട എഴുത്തുകാരിൽ ഒരാൾ ആരാണ്? വൈക്കം മുഹമ്മദ് ബഷീർ. കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നേടിയ ആദ്യ മലയാളി ആരാണ്? വൈക്കം മുഹമ്മദ് ബഷീർ. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മാസ്റ്റർ പീസ് എന്നറിയപ്പെടുന്ന കൃതി ഏതാണ്? ബാല്യകാല സഖി. മണ്ടൻ മുത്തപ്പ ബഷീറിന്റെ ഏത് കൃതിയിലെ കഥാപാത്രമാണ്? മുച്ചീട്ട് കളിക്കാരന്റെ മകൾ. സാഹിത്യത്തിലെ ആധുനികതയുടെ ശബ്ദം എന്ന് അറിയപ്പെടുന്ന ബഷീറിന്റെ കൃതി ഏതാണ്? ശബ്ദങ്ങൾ. ബഷീറിന് ഡിലിറ്റ് നൽകിയ സർവകലാശാല ഏതാണ്? കോഴിക്കോട് സർവകലാശാല. NN കാരശ്ശേരി എഴുതിയ ബഷീറിനെ കുറിച്ചുള്ള പാട്ട് കാവ്യത്തിന്റെ പേരെന്താണ്? ബഷീർ മാല. ശ്രീ MK സാനു ബഷീറിനെ വിശേഷിപ്പിച്ചത് എങ്ങനെയായിരുന്നു? ഏകാന്ത വീതിയിലെ അവധൂതൻ. ബഷീറിനെ കുറിച്ച് കിളിരൂർ രാധാകൃഷ്ണൻ എഴുതിയ കൃതി ഏതാണ്? ഇമ്മിണി ബല്യ ഒരു ബഷീർ. ഇരുട്ടിൽ ഉറങ്ങാതിരിക്കുന്ന ഒരാൾ എന്ന വിജയകൃഷ്ണൻ കൃതി ആരെക്കുറിച്ചുള്ള പഠനമാണ്? വൈക്കം മുഹമ്മദ് ബഷീർ. പ്രേമലേഖനം എന്ന നോവൽ പ്രസിദ്ധീകരിച്ച വർഷം 1943. ബാല്യകാല സഖി എന്ന നോവൽ പ്രസിദ്ധീകരിച്ച വർഷം 1944. എൻ്റെ ഉപ്പാപ്പയ്ക്ക് രാനി ഉണ്ടായിരുന്നു പ്രസിദ്ധീകരിച്ച വർഷം 1951. ആനവാരിയും പൊൻകുരിശും എന്ന നോവൽ പ്രസിദ്ധീകരിച്ച വർഷം 1953. പാത്തുമ്മയുടെ ആട് എന്ന നോവൽ പ്രസിദ്ധീകരിച്ച വർഷം 1959. മതിലുകൾ എന്ന നോവൽ
പ്രസിദ്ധീകരിച്ച വർഷം 1965. ഭൂമിയുടെ അവകാശികൾ എന്ന ചെറുകഥ പ്രസിദ്ധീകരിച്ച വർഷം 1977. ശബ്ദങ്ങൾ എന്ന നോവൽ പ്രസിദ്ധീകരിച്ച വർഷം 1947. അനുരാഗത്തിന്റെ ദിനങ്ങൾ എന്ന ഡയറി പ്രസിദ്ധീകരിച്ച വർഷം 1983. സ്ഥലത്തെ പ്രധാന ദിവ്യൻ എന്ന നോവൽ പ്രസിദ്ധീകരിച്ച വർഷം 1953. വിശ്വവിഖ്യാതമായ മൂക്ക് എന്ന ചെറുകഥ പ്രസിദ്ധീകരിച്ച വർഷം 1954. നീല വെളിച്ചം എന്ന കൃതി പ്രസിദ്ധീകരിച്ച വർഷം 1964. ബഷീർ കഥാബീജം എന്ന നാടകത്തിന്റെ തിരക്കഥ എഴുതിയ വർഷം 1945. ബഷീർ ജന്മദിനം എന്ന ചെറുകഥ പ്രസിദ്ധീകരിച്ച വർഷം 1945. ഓർമ്മക്കുറിപ്പ് എന്ന ചെറുകഥ ബഷീർ പ്രസിദ്ധീകരിച്ച വർഷം 1946. അനർക്ക നിമിഷം എന്ന ലേഖനങ്ങൾ ബഷീർ പ്രസിദ്ധീകരിച്ച വർഷം 1945. വിഡ്ഢികളുടെ സ്വർഗം എന്ന ചെറുകഥ പ്രസിദ്ധീകരിച്ച വർഷം 1946. മരണത്തിന്റെ നിഴൽ എന്ന നോവൽ പ്രസിദ്ധീകരിച്ച വർഷം 1951. മുച്ചീട്ട് കളിക്കാരന്റെ മകൾ എന്ന നോവൽ പ്രസിദ്ധീകരിച്ച വർഷം 1951. ജീവിത നിഴൽപ്പാടുകൾ എന്ന നോവൽ പ്രസിദ്ധീകരിച്ച വർഷം 1954. വിശപ്പ് എന്ന ചെറുകഥ പ്രസിദ്ധീകരിച്ച വർഷം 1954. താര സ്പെഷ്യൽസ് എന്ന നോവൽ പ്രസിദ്ധീകരിച്ച വർഷം 1968. മാന്ത്രിക പൂച്ച എന്ന നോവൽ പ്രസിദ്ധീകരിച്ച വർഷം 1968. നേരും നുണയും എന്ന കൃതി പ്രസിദ്ധീകരിച്ച വർഷം 1969. ഓർമ്മയുടെ അറകൾ എന്ന ഓർമ്മക്കുറിപ്പുകൾ പ്രസിദ്ധീകരിച്ച വർഷം 1973. ആനപ്പൂട എന്ന ചെറുകഥകൾ പ്രസിദ്ധീകരിച്ച വർഷം 1975. MP പോൾ എന്ന ഓർമ്മക്കുറിപ്പുകൾ പ്രസിദ്ധീകരിച്ച വർഷം 1991. ശിങ്കിടി മുങ്കൻ എന്ന ചെറുകഥ പ്രസിദ്ധീകരിച്ച വർഷം 1991. ചെവിയോർക്കുക അന്തിമ കാഹളം എന്ന പ്രഭാഷണം പ്രസിദ്ധീകരിച്ച വർഷം 1992. യാ ഇലാഹി എന്ന കൃതി പ്രസിദ്ധീകരിച്ച വർഷം 1997. ബഷീറിന് സംസ്കാര ദീപം അവാർഡ് ലഭിച്ച വർഷം 1987. ബഷീറിന്റെ മകൾ ഷാഹിനിക്ക് കളിക്കാൻ കിട്ടിയ പൂച്ചക്കുട്ടിയാണ് കൈസുക്കുട്ടി. ഈ പൂച്ചക്കുട്ടിയെ മുഖ്യ കഥാപാത്രമാക്കി ബഷീർ പുസ്തകം പ്രസിദ്ധീകരിച്ചപ്പോൾ ഈ പൂച്ചയെ കാണാൻ ധാരാളം പേർ ബഷീറിന്റെ വസതിയിലെത്തി. ഏതാണ് ആ കൃതി? മാന്ത്രിക പൂച്ച. ബഷീർ മലയാളത്തിലെ സർഗവിസ്മയം ഒരു ഇന്ത്യൻ ഭാഷയിൽ ഒരു വിദേശിയെ ഒരു ഇന്ത്യൻ എഴുത്തുകാരനെ കുറിച്ച് രചിച്ച ആദ്യ പുസ്തകമാണ്. ആരാണ് ഈ പുസ്തകത്തിന്റെ രചയിതാവ്? റൊണാൾഡ് ഇ അഷർ. ഈ മനുഷ്യൻ എനിക്ക് ആരാണ്? എൻ്റെ സാഹിത്യ ജീവിതത്തിൽ എനിക്ക് അദ്ദേഹം ഒരു താങ്ങും തണലുമായിട്ടില്ല. ബഷീറിയൻ സാഹിത്യത്തിന്റെ ചുവട് പിടിച്ച് ഒന്നും ഞാൻ എഴുതുവാൻ ശ്രമിച്ചിട്ടുമില്ല. എന്നിട്ടും ഈ മനുഷ്യൻ എൻ്റെ ഹൃദയത്തിൽ കലാപുരുഷനെ പോലെ വളർന്ന് നിറഞ്ഞു നിൽക്കുന്നു. ഇങ്ങനെ പറഞ്ഞ ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് ആരാണ്? MT വാസുദേവൻ നായർ. ഇനി അങ്ങോട്ട് ഒരു 2000 വർഷത്തേക്ക് അപ്രതീക്ഷിതമായ സന്ദർഭങ്ങളിൽ മനുഷ്യ സമുദായത്തിന് അനുഭവപ്പെടാൻ പോകുന്ന അതുല്യമായ സൗരഭ്യം, അതോ കേൾക്കാൻ പോകുന്ന അമൂല്യമായ ഒരു ഗാനമോ? ആരെക്കുറിച്ചാണ് ബഷീർ ഇങ്ങനെ പറഞ്ഞത്? മഹാത്മാഗാന്ധി. ഒരിടത്തൊരു സുൽത്താൻ ബഷീറിനെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തുന്ന ബാലസാഹിത്യ കൃതിയാണ് ഇത്. ഇത് എഴുതിയ
പ്രശസ്ത ബാലസാഹിത്യകാരൻ ആരാണ്? കിളിരൂർ രാധാകൃഷ്ണൻ. ഞാൻ തനിച്ച് പറമ്പിലെ മരത്തണലിൽ ആണ് ഈ മരം ഞാൻ നട്ടു നനച്ച് പിടിപ്പിച്ചത്. ഇതിന്റെ ഇലകളും കൊമ്പുകളും കാരുണ്യത്തോടെ എനിക്ക് തണൽ നൽകുന്നു. ഇതെനിക്ക് മധുരമുള്ള പഴങ്ങളും തരും. ഏത് മരത്തെക്കുറിച്ചാണ് ബഷീർ ഇങ്ങനെ പറയുന്നത്? മാംഗോസ്റ്റീൻ.